ഏറ്റവും ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയായിരിക്കും ഓരോ മുന്നണികളുടെയും നമുക്കറിയാം കഴിഞ്ഞ തവണ LDF-ന്റെ മൃഗീയ ഭൂരിപക്ഷം മാത്രം UDF ജയിച്ച ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തവണ ഭരണത്തിലേക്ക് UDF-ന് തിരിച്ചു വരണമെങ്കിൽ അതിപ്രധാനമാണ് തിരുവനന്തപുരം ജില്ലയിൽ നേടാൻ 10 സീറ്റുകളെങ്കിലും പിടിക്കുക. അതിൽ നമ്മൾ പരിശോധിക്കുന്ന കണക്കെന്ന് പറയുന്നത് വളരെ ഉറപ്പായും LDF-ഉം UDF-ഉം BJP-യും ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കണക്കുകൾ. അങ്ങനെ ഒരു കണക്ക് നമ്മൾ കാണാം. ആ കണക്ക് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിന്റെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ ആകെയുള്ളത് 14 മണ്ഡലങ്ങളാണ്. അതിൽ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ മാത്രം കോവളത്ത് മാത്രമായിരുന്നു UDF ജയിച്ചത്. ഇത്തവണ മാറ്റമുണ്ട്. ഇത്തവണ വർക്കലയും ആറ്റിങ്ങലും ചിറയൻകീഴും വാമനപുരവും മാത്രമാണ് LDF അവരുടെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഉറപ്പിക്കുന്ന ഏത് സാഹചര്യത്തിലും എത്ര വലിയ തരംഗമുണ്ടായാലും ജയിക്കും എന്ന് പറയുന്ന മണ്ഡലങ്ങൾ വർക്കലയും ആറ്റിങ്ങലും ചിറയൻകീഴും വാമനപുരവുമാണ്. UDF അതേസമയം കോവളം കഴിഞ്ഞ തവണത്തെ കോവളം ഇത്തവണയും UDF ഉറപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലവും അരുവിക്കരയും കഴിഞ്ഞ തവണ തോറ്റുകൊടുക്കേണ്ടി വന്ന അരുവിക്കരയും വട്ടിയൂർക്കാവും ജയിക്കാൻ പോകുന്നുവെന്നാണ് UDF-ന്റെ ഒരു വിലയിരുത്തൽ. അതേസമയം BJP നിയമവും കഴക്കൂട്ടവും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 10 മണ്ഡലങ്ങളെ ഈ ഉറപ്പ് എന്നുള്ള പട്ടികയിലേക്ക് വന്നു. പക്ഷേ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം നമ്മളിപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ UDF-നും അല്ലെ ഒരു ഉറപ്പ് കുറവുള്ളതുപോലെ അതിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഉറപ്പിച്ച് ഇങ്ങനെ പറയുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ കോവളം എന്തായാലും UDF ജയിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരാം. തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ എന്തായാലും UDF-ന് ഉറപ്പാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം CP ജോണാണ്. അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ പറ്റും. അവിടെ കരമന സുധീറും കരമന ജയനും മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്തായാലും സാധ്യതയുള്ളത് CP ജോണിന് തന്നെയാണ്. അപ്പോൾ കോവളം തിരുവനന്തപുരം സെൻട്രൽ അപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് അധികമായി. എന്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോഴും പിന്നെ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം കൂടി വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രലും അതുപോലെ തന്നെ കോവളവും UDF-ന് ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലം അരുവിക്കര, അതും കോൺഗ്രസിന് സാധ്യതയുണ്ട്. ശിവകുമാറാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിലവിലെ MLA സ്റ്റീഫനെ മറികടക്കുവാൻ അരുവിക്കരയിൽ എന്തായാലും VS ശിവകുമാറിന് കഴിയും എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ LDF ഉറപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആറ്റിങ്ങൽ കാണിക്കുന്നത്. പക്ഷേ ആറ്റിങ്ങലിൽ ഇത്തവണ UDF-ന് ജയസാധ്യത കൂടുതലാണ്. അവിടെ രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നത്. മാത്രമല്ല അവിടെ ചില തന്ത്രങ്ങൾ അവിടെ UDF സാമുദായികമായ ചില ഇക്വേഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് UDF-ന്റെ പ്രമുഖരൊക്കെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. ആറ്റിങ്ങൽ LDF ഉറപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ UDF-ഉം സാധ്യത ആറ്റിങ്ങലിന്റെ കാര്യമല്ല, ആറ്റിങ്ങലല്ല ചിറയൻകീഴിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആറ്റിങ്ങൽ എന്തായാലും LDF-ന് തന്നെയായിരിക്കും. ആറ്റിങ്ങലിൽ RSP ആണ് മത്സരിക്കുന്നത്. അവിടെ സന്തോഷ് ഭദ്രന് പക്ഷേ OS അംബികയെ നിലവിലുള്ള MLA മറികടക്കാൻ കഴിയുമെന്ന് കരുതാനാവില്ല. പക്ഷേ ചിറയൻകീഴിൽ അങ്ങനെയല്ല. അവിടെ മനോജ് ഇടവനെയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. പക്ഷേ രമ്യ ഹരിദാസ് ചിറയൻകീഴിൽ UDF സ്ഥാനാർത്ഥിയായി വന്നത് ഒരു പ്ലസ് ആയിട്ട് UDF-ന് മാറിയിട്ടുണ്ട്. അപ്പോൾ കോവളവും തിരുവനന്തപുരം സെൻട്രലും അരുവിക്കരയും അതുപോലെ തന്നെ ചിറയൻകീഴും ഈ 4 മണ്ഡലങ്ങൾ UDF-ന് ഉറപ്പിക്കാം. അങ്ങനെ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസ് ക്യാമ്പും അങ്ങനെ തന്നെയാണ്, UDF ക്യാമ്പും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ 4 മണ്ഡലങ്ങളും UDF-ന്റെ പെട്ടിയിലേക്ക് വരും. അപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റ് കോവളം സീറ്റിൽ നിന്ന് 4ലേക്ക് വർധനവ് വന്നു. അങ്ങനെ വരുമ്പോൾ 3 സീറ്റുകളുടെ വർധനവ് അവിടെ ഉണ്ടായി കഴിഞ്ഞു. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വട്ടിയൂർക്കാവ് എന്നതാണ്. വളരെ കൗതുകമാർന്ന കാര്യം കോൺഗ്രസിന്റെ വിലയിരുത്തലുകളിൽ വട്ടിയൂർക്കാവ് സീറ്റ് വന്നിട്ടില്ല എന്നതാണ്. അവിടെ K മുരളീധരന് സാധ്യത കുറവാണ് എന്നുള്ള കോൺഗ്രസിന്റെ ക്യാമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ 50-50 ചാൻസ് എന്ന രീതിയിൽ വട്ടിയൂർക്കാവിനെ മാറ്റി നിർത്തുകയാണ്. നിലവിലെ സാഹചര്യത്തിലും അങ്ങനെയാണ്. അവിടെ പ്രശാന്തിന് തന്നെയാണ് സാധ്യത കൂടുതൽ ഉള്ളത്. അവിടെ K മുരളീധരൻ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്. കോൺഗ്രസ് ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നില്ല K മുരളീധരന്റെ വിജയം. കോൺഗ്രസ് UDF വേറെ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് ക്യാമ്പുകളുടെ പ്രതീക്ഷ. അവിടെ ശക്തമായി നാടാർ വോട്ടുകൾ അവിടെ N ശക്തന്റെ സാമീപ്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട് കിട്ടുന്നതിന് വേണ്ടി എന്ന് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തലുണ്ട്. നെയ്യാറ്റിൻകര കിട്ടിയാൽ ചിലപ്പോൾ കാട്ടാക്കടയും കിട്ടിയേക്കാം എന്നുള്ളതാണ്. അവിടെ ബൈജു ജയിക്കും എന്നുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ 6 സീറ്റുകളാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അത് ഏതൊക്കെയാണ്? കോവളം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. അത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് അവിടെ UDF അത് പ്രതീക്ഷിക്കുന്നു. CP ജോൺ CMP സ്ഥാനാർത്ഥി അദ്ദേഹം വിജയിക്കും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അരുവിക്കര അവിടെ VS ശിവകുമാർ ജയിക്കുമെന്ന്. പിന്നെ ചിറയൻകീഴ് അവിടെ രമ്യ ഹരിദാസ്. പിന്നെയുള്ളത് ഈ നെയ്യാറ്റിൻകരയും അതുപോലെ തന്നെ കാട്ടാക്കട
കാട്ടാക്കടയും. അപ്പോൾ 4 ഉറപ്പിക്കുന്നു, ഈ 2 കൂടെ കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ പാകശാലയിൽ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പാകശാലയിൽ പ്രതീക്ഷയില്ല, വർക്കലയിൽ പ്രതീക്ഷയില്ല, ആറ്റിങ്ങലിൽ പ്രതീക്ഷയില്ല, കഴക്കൂട്ടത്ത് പ്രതീക്ഷയില്ല. ഇതാണ് നിലവിൽ ജില്ലയിലെ. വാമനപുരത്തും പ്രതീക്ഷയില്ല. നെടുമങ്ങാട് GR അനിൽ LDF, അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം ജയിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 6 സീറ്റെങ്കിലും നേടിയാൽ അതൊരു ഗുണമാണ് UDF വരുന്നത്. അത് വലിയൊരു നേട്ടമായി മാറും. അവിടെ 8 സീറ്റിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ് LDF എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതാണ് നിലവിൽ. രഞ്ജിത്ത് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇത്തരത്തിലുള്ള കണക്ക് തന്നെയാണ്. പക്ഷേ വട്ടിയൂർക്കാവിന്റെ കാര്യത്തിലാണ് നമ്മൾ വട്ടിയൂർക്കാവ് ഷുവർ ബെറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ കോൺഗ്രസിനുള്ളിലുണ്ട്. അവിടെ മുരളീധരനെ മത്സരിപ്പിക്കണമായിരുന്നോ എന്നുള്ള ചിന്ത പോലും പല കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലുമുണ്ട്. പക്ഷെ നമുക്കറിയാം മുരളീധരന്റെ താല്പര്യമെടുത്ത് വട്ടിയൂർക്കാവിൽ മത്സരിച്ചതാണ്. ശക്തമായ പോരാട്ടം അവിടെ നടന്നു. ശ്രീലേഖ BJPയുടെ സ്ഥാനാർത്ഥിയായി വൈകി ഉദിച്ചു എങ്കിൽ പോലും ശ്രീലേഖയ്ക്കും അവിടെ നന്നായി പോരാടാൻ സാധിച്ചു. അവിടെയാണ് പ്രശാന്തിന്റെ വിജയത്തിന്റെ പല ഘടകങ്ങൾ ഇതുമായി ചേർത്ത് വെച്ച് നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ കോവളവും തിരുവനന്തപുരവും അരുവിക്കരയും ഏതാണ്ട് അവർ ഉറപ്പിച്ച മട്ടാണ്. മറ്റ് സീറ്റുകളുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ കണക്കനുസരിച്ച് 4 സീറ്റുകളിൽ UDF ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 4 സീറ്റുകളിൽ LDF വിജയം അവർക്ക് ഏത് സാഹചര്യത്തിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 സീറ്റുകൾ നേമവും കഴക്കൂട്ടവും അത് BJPക്ക് ലഭിക്കും. അത് ഞാനത് അംഗീകരിക്കുകയാണ്. നിയമവും കഴക്കൂട്ടവും BJPയുടെ പട്ടികയിൽ തന്നെ നിന്നോട്ടെ. അത് LDFന്റെയോ UDFന്റെയോ പട്ടികയിലേക്ക് ചേർക്കേണ്ട. പക്ഷേ UDFന്റെ പട്ടികയിൽ കോവളവും തിരുവനന്തപുരവും അരുവിക്കരയും അതുപോലെ തന്നെ ചിറയൻകീഴും ഞാൻ ആഡ് ചെയ്യുകയാണ്. അതെ. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും അവിടെ കൊണ്ടുവരികയാണ്. പാകശാല അതേസമയം LDFന്റെ ആ ലിസ്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ 6-6-2 എന്നുള്ള രീതിയിലേക്ക് തിരുവനന്തപുരം ജില്ല പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കിരൺ ബാബുവും സജിത്തും കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ പൊതു സാഹചര്യത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ UDFന് തന്നെയാണ് ഏറ്റവും കോൺഫിഡൻസ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. UDFന്റെ ആ തരത്തിലുള്ള വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇടതുപക്ഷം ഇപ്പോഴും വിദൂരമായ ഒരു സാധ്യത വയ്ക്കുന്നത് രാവിലെ MV ഗോവിന്ദൻ്റെ വാക്കുകളിലൊക്കെ ഉള്ളതുപോലെ ഇപ്പോഴും ചില സാധ്യതകൾ ബാക്കി നിൽക്കുന്നു എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഏറെക്കുറെ ഏറ്റവും സാധ്യത കൽപ്പിച്ച് കോൺഗ്രസിൻ്റെ തന്നെ ഏർപ്പാണ്. അതായത് കോൺഗ്രസ് ക്യാമ്പാണ് ഏറ്റവും കോൺഫിഡൻറ്റോടെ കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യം വരുമ്പോഴാണ് 14 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ ഇടതുമുന്നണിക്ക് എന്ത് നഷ്ടമുണ്ടാകുമെന്നായിരിക്കും ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ക്രൂഷ്യലായ ഒരു ഫാക്ടറായി മാറാൻ സാധ്യത. അല്ലേ കിരൺ? തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത മുൻകാലങ്ങളിൽ 2000-ന് മുമ്പ് വരെ തിരുവനന്തപുരം ജില്ല ഏത് മുന്നണി പിടിക്കുന്നു ആ മുന്നണിക്കാണ് ഭരണം എന്നുള്ളതായിരുന്നു രീതി. പക്ഷേ 2001 മുതൽ ഉള്ളത് 2001-ൽ യഥാർത്ഥത്തിൽ UDFന്റെ വലിയ തരംഗം ആഞ്ഞടിക്കുമ്പോഴും ഇടതുമുന്നണി തിരുവനന്തപുരത്ത് പിടിച്ചു നിന്നു. അതിനുശേഷം പിന്നീട് 14 സീറ്റുകളിൽ 9-ലേക്ക് വന്നു, 10-ലേക്ക് വന്നു. കഴിഞ്ഞ തവണയാണ് അത് ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് 13-1 എന്ന തലത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരു കാലത്ത് UDFന്റെ കോട്ടയായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോവളം മാത്രം ഒറ്റ സീറ്റിലേക്ക് ഒതുക്കി. പക്ഷേ ഇത്തവണ ഇത് മാത്രമല്ല, ഈ മണ്ഡലങ്ങളോട് പൂർണ്ണമായിരുന്നില്ലെങ്കിലും ഇത്തവണ 4 സീറ്റോ 5 സീറ്റിലോ വരെ പൂർണ്ണമായും തിരുവനന്തപുരത്ത് UDFന് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം UDFനെ സംബന്ധിച്ചിടത്തോളം. അല്ല, കിരൺ, ഇതിനകത്ത് അങ്ങനെ കാണുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ ചിറയൻകീഴ് UDFന്റെ ലിസ്റ്റിലേക്ക് വരട്ടെ, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് UDFന്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും UDFന്റെ ലിസ്റ്റിലേക്ക് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയം LDFന് ഇത് തന്നെയാണ്, ഈ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. പാറശാല ആ പട്ടികയിലേക്ക് വരുന്നു. മഞ്ജുഷ പറഞ്ഞ UDFന്റെ പട്ടിക നമുക്ക് ആ തരത്തിൽ വേണമെങ്കിൽ ഉറപ്പിക്കാം. UDFനെ ഈ പറയുന്നത് പോലെ ഇതിൽ UDF ഉറപ്പിച്ചത് എന്നുള്ളതിനകത്ത് ഈ വട്ടിയൂർക്കാവ് നമുക്ക് UDF ഉറപ്പിച്ചായിട്ട് പറയാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോഴും കടുത്ത മത്സരം നിൽക്കുന്നു. അവിടെ നേരിയ എഡ്ജെങ്കിലും ഉള്ളത് അത് LDFനാണ് എന്ന് കൂടി ചിലപ്പോൾ പറയേണ്ടി വരും. അല്ല, ഒരു UDF തരംഗമൊക്കെ ഉണ്ടായാൽ UDF അല്ല ഉറപ്പിച്ചതിൽ നിന്ന് കഴിയാൻ കഴിയില്ല. പക്ഷേ മറിച്ച് LDFനെ സംബന്ധിച്ചിടത്തോളം LDF ഈ 4 അല്ല വരുന്നത്. LDFനെ സംബന്ധിച്ച് GR അനിലൊന്നും പരാജയപ്പെടും. അതിനകത്തൊരു കാര്യമുള്ളത്, നമ്മൾ ഏത് സാഹചര്യത്തിലും എന്നുള്ള ഉറപ്പിച്ചിരിക്കുന്ന മറ്റടുത്ത സാധ്യതകളുണ്ട്, പോസിബിലിറ്റീസ്. നമ്മുടെ നെടുമങ്ങാടിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചതാണ്. നെടുമങ്ങാട് എന്തായാലും LDFന്റെ പട്ടികയിൽ തന്നെ കൊടുക്കണം. 4 എന്നുള്ള കൂട്ടത്തിൽ LDFന്റെ പട്ടികയിൽ തന്നെ നെടുമങ്ങാടും വരണം. പാറശാലയും അങ്ങനെ തന്നെ കൂട്ടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എഡ്ജ് ഉള്ളത് സ്വാഭാവികമായും LDFന് തന്നെയാണ്. നെയ്യാറ്റിൻകര സനലിന് അങ്ങനെ അതിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു തരംഗം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അട്ടിമറി പ്രയാസം തന്നെയാണ്. അവിടെ LDFന് തന്നെയാണ് എഡ്ജ് ഉള്ളത്. പക്ഷേ അതുകൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ UDFന് നേട്ടമുണ്ടാക്കാം എന്നതിനപ്പുറത്തേക്ക് UDFന് 14-ൽ 7 സീറ്റ് അല്ലെങ്കിൽ 8 സീറ്റ് അങ്ങനെ നേടി ഒരു മേൽക്കൈ നേടുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. ഞാൻ പറയുന്നത് 6 സീറ്റ് UDFന്, 6 സീറ്റ് LDFന്, 2 സീറ്റ് BJPക്ക്.
ഈ 2 സീറ്റ് എന്ന് പറയുന്നതിനകത്ത് നിയമത്തിൽ BJPക്ക് ആ തരത്തിലൊരു പ്രതീക്ഷയുണ്ട്. കഴക്കൂട്ടം പ്രതീക്ഷയുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ വ്യക്തിപരമായി കാണുന്നത് കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് അത്രത്തോളം വ്യക്തി ബന്ധമുള്ള ഒരു പാർട്ടിക്കപ്പുറത്തേക്ക് വോട്ട് ശേഖരിക്കാനൊക്കെ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അവസാന നിമിഷമായാലും കടകംപള്ളി സുരേന്ദ്രൻ അതിനെ മറികടന്ന് മുന്നിൽ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ കടകംപള്ളി സുരേന്ദ്രൻ ആ തരത്തിലേക്ക് ഈ മണ്ഡലത്തിൽ ബന്ധമുണ്ട്. വി മുരളീധരന് രാഷ്ട്രീയമായ സ്വാധീനവും ചിട്ടയായ പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടകംപള്ളിക്ക് അതിനെ വ്യക്തിപരമായി മറികടക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഉറപ്പ് എന്ന തരത്തിലേക്ക് വന്നില്ലെങ്കിലും അവർ അപ്പോൾ BJPക്ക് കഴക്കൂട്ടം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് LDF-ലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ LDF-ൽ 1 കൂടുന്നു എന്ന് വരുന്നു. അപ്പോൾ 7 LDF, 6 UDF, 1 BJP അല്ലേ? അങ്ങനെ വേണമെങ്കിൽ വായിക്കാം. ഈ 7, 6 എന്നൊക്കെ പറഞ്ഞ ചില മണ്ഡലങ്ങളൊക്കെ ഇപ്പോൾ കാട്ടാക്കട മണ്ഡലത്തിൽ ഇപ്പോൾ നമുക്ക് LDF ആണോ UDF ആണോ ആ മണ്ഡലം IB സതീഷിനെ പോലെ ഒരു ജനപ്രിയനായ MLA ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് വരുന്നതും ഏറ്റവും UDF അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥി മറുഭാഗത്ത് വരുന്നു. സ്വാഭാവികമായും അവിടെ കടുത്ത മത്സരം തന്നെ നിൽക്കുകയാണ്. അവിടെയൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ 2 വ്യക്തികളുടെയും സ്വാധീനമൊക്കെ അത് നിർണായകമായി ബാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഉറപ്പ് എന്ന് പറയാൻ കഴിയുന്നതിന് ഒരു 1, 2 പ്ലസ് മൈനസ് ഇട്ട് ഉറപ്പിക്കുന്ന നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷേ ഒരു തരംഗ സ്വഭാവം വന്നാൽ ഈ കണക്കിൽ വലിയ മാറ്റം ഉണ്ടാവും. അതല്ലെങ്കിൽ 14 മണ്ഡലങ്ങൾ നിലവിൽ 13-1 എന്ന ചിത്രത്തിൽ ഒരു 4 സീറ്റ് കൂടി UDF കൂട്ടിച്ചേർക്കപ്പെട്ടാൽ അത് 5ആയി മാറും. UDF-ന്റെ അംഗബലം 5ആയി മാറും. അതിൽ BJP UDF-ന് കിട്ടാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നാണോ എന്ന് കുറയുന്നത് അത് അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ തരംഗ സ്വഭാവം വന്നാൽ ഇത് മാറും. അതല്ലെങ്കിൽ ഏറെക്കുറെ സേഫായി നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം, നമ്പർ കിട്ടാൻ സാധ്യതയുള്ള ഇടം ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ല തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.